Maiva Silks, Kasaragod, Kanyanad, Mangalore. ഇത്തവണ എൻഡിഎ വിജയം പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതിനു പിന്നാലെ വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ആരോപണങ്ങളും വ്യാപകമാണ്. ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും പുറത്തുനിന്നുള്ള ഇവിഎം മെഷീനുകൾ സ്ട്രോങ് റൂമിലേക്ക് എത്തിക്കുന്നതും തുടർന്നുള്ള സംഘർഷങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിഎം മെഷീനുകൾ ട്രക്കിൽ കയറ്റി കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. आप हमसे बात कीजिए ना, हमें एतबार नहीं है, इसलिए कि बेईमानी कल सारा दिन हुआ। आज रात में मशीन पर जाना, दो गाड़ी पकड़ ली गई चंदौली में। ഉത്തർപ്രദേശിലെ ചന്ദൌലിയിലും ഗാസിയാപൂരിലുമാണ് തിങ്കളാഴ്ച വൈകിട്ടോടെ സംഘർഷം ഉടലെടുത്തത്. ഗാസിയാപൂരിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ മാറ്റുന്നത് സംബന്ധിച്ചായിരുന്നു തർക്കം രൂക്ഷമായത്. ഇവിഎം സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾക്ക് പുറത്ത് കോൺഗ്രസ്, എസ്പി, ബിഎസ്പി പ്രവർത്തകർ കാവലിരിക്കുന്നുണ്ട്. വൈകിട്ടോടെ ട്രക്കിൽ മറ്റൊരിടത്ത് നിന്ന് വോട്ടിംഗ് യന്ത്രങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നിടത്തേക്ക് എത്തിച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. റിസർവായി സൂക്ഷിച്ചിട്ടുള്ള വോട്ടിംഗ് യന്ത്രങ്ങളാണ് കൊണ്ടുവയ്ക്കുന്നത് എന്നായിരുന്നു വരണാധികാരിയുടെ വിശദീകരണം. റിസർവ് യന്ത്രങ്ങൾ എന്തിനാണ് വോട്ടെടുപ്പ് പൂർത്തിയാക്കിയ യന്ത്രങ്ങൾക്കൊപ്പം സൂക്ഷിക്കുന്നത് എന്നാരോപിച്ച് പ്രവർത്തകർ പ്രതിഷേധം കടുപ്പിക്കുകയായിരുന്നു. മറ്റു വഴിയില്ലാതെ യന്ത്രങ്ങൾ മറ്റൊരു സ്ഥലത്ത് സൂക്ഷിക്കാമെന്ന് വരണാധികാരി ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. ചന്ദൌലിയിൽ നടന്നതുപോലെ തന്നെയാണ് ഗാസിയാപൂരിലും നടക്കുന്നതെന്നും എസ്പി, ബിഎസ്പി സ്ഥാനാർത്ഥി അഫ്സൽ അൻസാരി ആരോപിച്ചു. 7ാം ഘട്ട വോട്ടെടുപ്പ് ദിവസം ബിജെപി പ്രവർത്തകർ നിർബന്ധിച്ച് പ്രദേശവാസികളുടെ കയ്യിൽ മഷി പുരട്ടിയ സംഭവം നടന്നത് ചന്ദൌലിയിലായിരുന്നു. യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂം പരിസരത്ത് ബിജെപി വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ടെന്ന പരാതിയും പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ഉയർത്തുന്നുണ്ട്. ബീഹാറിലും സമാന സംഭവങ്ങൾ അരങ്ങേറി. ഇവിഎം സൂക്ഷിച്ച സ്ട്രോങ് റൂമിനടുത്ത് നിന്ന് ഒരു ലോഡ് വോട്ടിംഗ് യന്ത്രങ്ങൾ പിടികൂടിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ബീഹാറിലെ സാരൺ, മഹാരാജ്ഗഞ്ച് മണ്ഡലങ്ങളിലാണ് സംഭവം. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറുടെ സാന്നിധ്യത്തിലാണ് ഇത് നടന്നതെന്ന് ആർജെഡി ആരോപിച്ചു. മെയ് 12-ന് ഹരിയാനയിലെ ഫത്തേഹാബാദിലും വോട്ടിംഗ് യന്ത്രങ്ങൾ കടത്താൻ ശ്രമിച്ചത് വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അമേഠിയിൽ നിന്നും ഇവിഎം ട്രക്കിൽ കടത്തിക്കൊണ്ടുപോകുന്ന വീഡിയോ കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. ആവശ്യത്തിന് യന്ത്രങ്ങൾ ഇല്ലാത്തതിനാലാണ് ഇവ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ വോട്ടിംഗ് യന്ത്രങ്ങളും റിസർവിലുള്ള വോട്ടിംഗ് യന്ത്രങ്ങളും സ്ട്രോങ് റൂമിൽ എത്തിക്കണം എന്നുള്ളതാണ് ചട്ടം. കൃത്യമായ സുരക്ഷാ നടപടികളോടുകൂടി ചെയ്യേണ്ടതുമാണ് ഇത്. എന്നാൽ പല സ്ഥലങ്ങളിലും കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ കാറുകളിലും ട്രക്കുകളിലും ഇവിഎം മെഷീനുകൾ കടത്തുന്നതിന്റെയും കടകളിൽ ഇവിഎം മെഷീനുകൾ സൂക്ഷിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.